ശ്രീ വി കെ പ്രശാന്ത്, ഇന്നിപ്പോൾ റെയിൽവേ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ 2015, 2018, 2022 ഈ വർഷങ്ങളിലൊക്കെയും കോർപ്പറേഷനാണ് ഈ ഭാഗത്തെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് എന്ന് സമ്മതിക്കുന്നുണ്ട്. അന്നൊന്നും ഒരു തരത്തിലുള്ള പരാതിയും ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. 2023 മുതലാണെന്ന് തോന്നുന്നു റെയിൽവേ ഇത് ഏറ്റെടുത്തത്. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു വർഷം മാത്രം മുൻപത്തെ പരിചയമുള്ളൂ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 2022 വരെ കോർപ്പറേഷൻ വളരെ ഭംഗിയായി വൃത്തിയായി ചെയ്തിരുന്ന ഈ പ്രവർത്തനം 2023 മുതൽ പൊടുന്നനെ റെയിൽവേയുടെ കയ്യിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ അതിലൊരു വിമുഖത കാണിച്ചത് കൊണ്ടാണോ? അല്ല, നമ്മൾ കോർപ്പറേഷൻ നേരത്തെ ഇത് റെയിൽവേയുടെ അനുവാദത്തോടു കൂടി ക്ലെയിം ചെയ്തിരുന്നു. ഇപ്പോൾ റെയിൽവേ നേരിട്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ ജോയി അപകടത്തിൽപ്പെടുന്നതും റെയിൽവേ ഏർപ്പെടുത്തിയ കരാറുകാരൻ്റെ തൊഴിലാളിയായി അതിനകത്ത് പണി ചെയ്യുമ്പോഴാണ് ആ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ റെയിൽവേ ഇതിനകത്തൊരു ഒരു ഒരു എന്താണ് കൃത്യമായിട്ടുള്ളൊരു ആശയ വ്യക്തത ഇല്ലാതെയാണ് അവർ തന്നെ സൂചിപ്പിക്കുന്നത്. റെയിൽവേ തന്നെ ഏർപ്പെടുത്തിയ തൊഴിലാളിയാണ് അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നഗരസഭയെ ചെയ്യാൻ അനുവദിക്കാതെ റെയിൽവേ തന്നെ നേരിട്ട് ആ പണി ഏറ്റെടുക്കുകയാണ്. അതിൽ പരിചയമില്ലെന്ന് അവർ സൂചിപ്പിക്കുന്നു. ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, റെയിൽവേ പല കാലങ്ങളിലും എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത സെക്രട്ടറിമാരും മറ്റുമൊക്കെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പുകൾ ഉപയോഗിച്ച് ഒക്കെ കത്തിടപാടുകൾ നടത്തുമ്പോഴാണ് പലപ്പോഴും റെയിൽവേ അനുവാദം തരാറുള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത് റെയിൽവേയുടെ ഭാഗത്തുള്ള മാലിന്യം റെയിൽവേ നീക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് അവർ വരിക തന്നെ വേണം. അത് കൃത്യമായി ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള സഹായം കോർപ്പറേഷനിൽ നിന്നും ഇറിഗേഷൻ വകുപ്പിൽ നിന്നും വാങ്ങിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരണമെന്നുള്ളതാണ് ഞങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ റെയിൽവേയുടെ ചില ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതെല്ലാം കോർപ്പറേഷൻ്റെ ചുമതലയാണെന്ന് വന്നു കഴിഞ്ഞാൽ റെയിൽവേയുടെ കോമ്പൗണ്ടിനകത്ത് കയറി കോർപ്പറേഷൻ മാലിന്യം നീക്കാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നഗരത്തെ സംബന്ധിച്ച് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി പരിശോധിക്കുകയും രസകരമായ ഒരു കാര്യം, സാധാരണഗതിയിൽ തിരുവനന്തപുരം നഗരം വളരെ വൃത്തിയുള്ളൊരു നഗരം എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നഗരമാണ്. അവിടെയാണ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു, അങ്ങ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ റെയിൽവേയുടെ സ്ഥലത്ത് എങ്ങനെ കോർപ്പറേഷന് പോയി വൃത്തിയാക്കാൻ കഴിയുമെന്ന് ആ ചോദ്യം കോർപ്പറേഷൻ മുന്നിലേക്ക് വെക്കുമ്പോഴാണ് റെയിൽവേ അതിനെ തിരിച്ചടിക്കുന്നത്. എങ്ങനെ? നഗരത്തിലെ മുഴുവൻ മാലിന്യമാണ് അത്ര ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുന്നുകൂടുന്നത്. അങ്ങനെ വരുമ്പോൾ കോർപ്പറേഷൻ ഒരു ഭാഗത്തും വൃത്തിയാക്കിയിട്ടില്ല, ഒരു ഭാഗത്തും വൃത്തിയാക്കുന്നേ ഇല്ല, അവിടുത്തെ മുഴുവൻ മാലിന്യവും ഇവിടെ ചെന്ന് ഡംപ് ചെയ്യുന്നു എന്നുകൂടി റെയിൽവേ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം കോർപ്പറേഷനെതിരെ റെയിൽവേ ഉന്നയിക്കുന്നുണ്ട്. അതിൽ കൂടി ഒരു മറുപടി, അങ്ങ് മേയർ കൂടി ആയിരുന്ന ആളാണല്ലോ. അല്ല, അതിൽ നമുക്കറിയാമല്ലോ. നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ നിന്നും കോരിയെടുത്ത മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും റെയിൽവേയിൽ ഉപയോഗിക്കുന്ന നീരയുടെ കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒക്കെ ഉണ്ട്. നഗരസഭയുടെ മറ്റ് പുറത്തു നിന്ന് വരുന്ന മേഖലകളിലെ മാലിന്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട്. പക്ഷേ ഭൂരിഭാഗവും അത്തരം മാലിന്യങ്ങളാണ് എന്നുള്ളത് കാണണം. ഞാനതാണ് സൂചിപ്പിച്ചത്. ദിനംപ്രതി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ എന്ത് സംവിധാനമാണ് മാലിന്യ നീക്കത്തിന് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളത്? അവർ കരാർ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ കരാർ നൽകിയിട്ടുള്ള ആളുകൾ കൃത്യമായി സെഗ്രിഗേഷൻ നടപടികൾ നടത്തുന്നുണ്ടോ? ദ്രവമാലിന്യം എന്ത് ചെയ്യുന്നു? ഖരമാലിന്യം എന്ത് ചെയ്യുന്നു? അജൈവ മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇത്തരം ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ റെയിൽവേ നടത്തുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് നഗരസഭയുടെ ചുമലിലേക്ക് വഴി കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നഗരസഭയെ സംബന്ധിച്ച് ഇപ്പോൾ ഹരിതകർമ്മസേനയുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു സ്ഥലത്തേക്കും വലിച്ചെറിയേണ്ട ആവശ്യകത ഇപ്പോൾ ഇല്ല. എല്ലാ വീടുകളിലേക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾ പോയി പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത്തരമൊരു സംവിധാനം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും വലിച്ചെറിയൽ കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ ആകമാനമുള്ളത്. ഇവിടെയാണെങ്കിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലുമില്ല. അപ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലുമില്ലാതെ ഈ നഗരം മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉള്ള നഗരങ്ങളെക്കാൾ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്ന നയപരമായിട്ടുള്ള ഒരു സമീപനമാണ് തിരുവനന്തപുരം നഗരസഭ കൈക്കൊള്ളുന്നത്. അത് റെയിൽവേക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. റെയിൽവേയും ഈ കാര്യങ്ങളിൽ സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്വം എന്ന നിലപാടെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയണം. അവരുന്നയിച്ച ആരോപണത്തിന് ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന തോടിൽ നെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള മാലിന്യം ഈ കനാലിലേക്ക് വരാതിരിക്കാനുള്ള സൗകര്യം കോർപ്പറേഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള മാലിന്യം കൃത്യമായിട്ട് മാറ്റുമോ? ആ കാര്യത്തിൽ നിങ്ങളൊരു അഷുറൻസ് തരാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ
മറ്റ് മാലിന്യങ്ങൾ ഈ തോടിലേക്ക് വരാതിരിക്കാനുള്ള ഇടപെടൽ നഗരസഭയ്ക്കും ചെയ്യാൻ വേണ്ടി കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ കോർഡിനേഷൻ അതും കൂടി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റ് പ്രദേശങ്ങളിൽ മാലിന്യ നീക്കം നടക്കാത്തതുകൊണ്ടാണ് അതെല്ലാം ഒഴുകി ഇങ്ങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായിട്ടും ചില മേഖലകളിൽ ഇപ്പോൾ നമുക്കറിയാം രാജാജി നഗർ, അവിടങ്ങളിൽ നിന്നുള്ള മാലിന്യം അടക്കം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് വരുമാനം ഉറപ്പിക്കാൻ അവരെ മറ്റു മേഖലകളിലേക്ക് മാറ്റുക, പ്ലാസ്റ്റിക് ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കുക, ഹരിതകർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് വീടുകളിൽ പോയി പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുക, അതുവഴി വരുമാനം ഉറപ്പാക്കുക. അപ്പോൾ ഇങ്ങനെ ബഹുമുഖമായിട്ടുള്ള പരിപാടികളാണ് നഗരസഭ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റെയിൽവേ അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഇങ്ങോട്ടേക്ക് മറ്റു മാലിന്യങ്ങൾ വരാതിരിക്കാനുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും നഗരസഭ ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ മാലിന്യം നീക്കും എന്നുള്ളൊരു ഉറപ്പാണ് റെയിൽവേ തരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ക്ലിയർ ആണ് ശ്രീ വി കെ പ്രശാന്ത്.